സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം. പൊന്നു വാങ്ങാൻ പൊന്നുവേണം. ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 15 വരെ. അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പത്തനാപുരത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശോചനീയാവസ്ഥയിൽ, യാത്രക്കാർക്ക് ദുരിതം. സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയും സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് ജനങ്ങൾക്ക് ആവശ്യമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശോചനീയമായ അവസ്ഥയ്ക്ക് എതിരെ ജനങ്ങൾ. പത്തനാപുരം കല്ലുംകടവിലെ ഈ വെയിറ്റിംഗ് ഷെഡ് ചോർന്നൊലിച്ച് നാശത്തിലേക്ക് നീങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ ഇത് പുനർനിർമ്മിച്ച് അടിസ്ഥാന സൗകര്യമൊരുക്കാൻ KB ഗണേഷ് കുമാറിനോ പഞ്ചായത്ത് അധികൃതർക്കോ ഇതുവരെ മനസ്സ് വന്നില്ല. അതിനാൽ മഴ ശക്തമായതോടെ ഇവിടേക്ക് ബസ് കയറാനെത്തുന്ന യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. പുറത്തു നിന്നാലും അകത്തു നിന്നാലും കുട ഉപയോഗിക്കണം എന്നതാണ് അവസ്ഥ. വെയിറ്റിംഗ് ഷെഡിനുള്ളിൽ ടൈലുകൾ പൊട്ടിപ്പൊളിഞ്ഞതും മറ്റൊരു പ്രശ്നമാണ്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ഈ വെയിറ്റിംഗ് ഷെഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. പുനലൂർ മൂവാറ്റുപുഴ പാതയോരത്ത് പ്രധാന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇത്. സമീപത്തെ കല്ലംകടവ് പാലം കാലപ്പഴക്കം ചെന്നത് കാരണം അതോട് ചേർന്ന് കിടന്ന മറ്റൊരു പാലം പണി കഴിപ്പിച്ചിരുന്നു. പാലത്തിന്റെ 2 ദിശകളിലെയും റോഡുകൾ ഉയർത്തിയപ്പോൾ വെയിറ്റിംഗ് ഷെഡ് പാതയോരത്ത് നിന്ന് 4 അടിയോളം താഴ്ചയിലായി. ഇത് കാരണം 2 ദിശകളിൽ നിന്ന് ബസ്സുകൾ കടന്നു വരുന്നത് വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്ന യാത്രക്കാർക്ക് കാണാൻ സാധിക്കില്ല. വെയിറ്റിംഗ് ഷെഡ് കടന്ന് ബസ് പോകുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കാരണം യാത്രക്കാർ പാതയോരത്താണ് ബസ് കാത്ത് നിൽക്കുന്നത്. അതിനാൽ ഉടൻ തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പരിഹാര നടപടികൾ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതേസമയം ഇതുപോലെയുള്ള ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ കോൺഗ്രസും മറ്റു പാർട്ടികളും മടിച്ചു നിൽക്കുന്നതിനെതിരെ വ്യാപകമായ വിമർശനവും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.